ജീവൻ രക്ഷിക്കുവാൻ പഠിക്കേണ്ടേ? റിവൈവ് തത്സമയം ഇന്ന് 2 മണി മുതൽ. മലയാള മനോരമയും മൈചർച്ചും സംയുക്തമായി ആരംഭിക്കുന്ന പദ്ധതിയായ റിവൈവ് ദെയർ ഹോപ്പ് എന്ന പദ്ധതിയെക്കുറിച്ച് ഇന്നലെ ഞങ്ങളൊരു വാർത്ത നൽകിയിരുന്നു. ആ പദ്ധതിയുടെ ആദ്യ ട്രെയിനിങ് സെഷൻ ഇന്ന് ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് മണ്ടൂർ ന്യൂ ബാൾബിൻ ഇന്റർനാഷണൽ സ്കൂളിൽ നടക്കുകയാണ്. ബംഗളൂരുവിലെ വളരെ പ്രശസ്തമായ ഒരു ഇന്റർനാഷണൽ സ്കൂളാണിത്. ആ സ്കൂളിൽ വെച്ചാണ് ആദ്യ ട്രെയിനിങ് സെഷൻ നടക്കുന്നത്. അതിൻ്റെ തത്സമയം i2i ന്യൂസിൽ 2 മണി മുതൽ കാണാം. മണിപ്പാൽ ഹോസ്പിറ്റൽസിലെ പ്രമുഖ ഡോക്ടർമാരാണ് ഇന്ന് നടക്കുവാൻ പോകുന്ന ആദ്യ ട്രെയിനിങ് സെഷന് നേതൃത്വം കൊടുക്കുന്നത്. 1 മണിക്കൂറാണ് ഈ പരിപാടിയുടെ ദൈർഘ്യം. എല്ലാവരും കാണേണ്ടുന്ന ഒരു എപ്പിസോഡാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ചുറ്റുപാടും തന്നെ എത്രയോ പേർ കുഴഞ്ഞു വീണും മരിക്കുന്നു. നമ്മുടെ വീട്ടിലുള്ളവർ പലപ്പോഴും നമുക്കറിയില്ല, കുഴഞ്ഞു വീഴുമ്പോൾ എന്ത് ചെയ്യണമെന്ന് നമുക്കറിയില്ല. അതുപോലെ നമ്മുടെ തൊട്ടടുത്ത്, അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, നമ്മുടെ ഓഫീസിൽ, നമ്മളുടെ ക്ലാസ് മുറികളിൽ ആളുകൾ കുഴഞ്ഞു വീണുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, എന്ത് ചെയ്യണമെന്നൊന്നും നമുക്ക് പലപ്പോഴും അറിയുവാൻ സാധിക്കില്ല. ജീവന്റെ വിലയുള്ള ആ സമയത്ത് നമുക്കത് എന്താണ് സംഭവിച്ചത്, പൾസ് കുറഞ്ഞോ, ശ്വാസോച്ഛ്വാസം നിന്നുപോയോ, എന്താണ് അവസ്ഥ എന്ന് നമുക്ക് സ്വയം അസസ് ചെയ്യുന്നതിനും, അപ്രകാരം പൾസ് ഇല്ലാതെ പോയി ഹൃദയമിടിപ്പ് നിന്നു എന്ന് മനസ്സിലാക്കിയാൽ ഉടൻ തന്നെ CPR എങ്ങനെയാണ് കൊടുക്കേണ്ടുന്നത്, CPR നൽകുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, CPR നൽകിക്കഴിഞ്ഞ് കൃത്രിമ ശ്വാസോച്ഛ്വാസം എങ്ങനെ നൽകാം തുടങ്ങിയ സകല കാര്യങ്ങളും ഇന്ന് നടക്കാൻ പോകുന്ന ആ ട്രെയിനിങ് സെഷനിൽ വിശദമാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് എന്ത് തിരക്കുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് നിങ്ങൾ കാണണം. അത് ഏത് സമയത്താണ് നമുക്ക് ഉപയോഗപ്രദമാകുന്നതെന്ന് നമുക്ക് പറയുവാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാവരും, കുട്ടികൾ മുതൽ പ്രായമായവർ വരെ എല്ലാവരും ഇത് കാണണം. അപ്പോൾ മറക്കേണ്ട, ഇന്ന് 2 മണി മുതൽ i2i ന്യൂസിൽ തത്സമയം നിങ്ങൾക്ക് കാണാം. ഒരിക്കൽ കൂടി ഓർപ്പിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വാർത്തയുമായി വരുന്നത്. അപ്പോൾ വീണ്ടും 2 മണിക്ക് കാണാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.